കൂടിയായ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള രമേശ് ചെന്നിത്തല ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ പോവുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ ഈ ലോകായുക്ത വിഷയത്തിലടക്കമുള്ള നിലപാടുകൾ വ്യക്തമാക്കുകയായിരിക്കും. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് കടക്കാൻ. അദ്ദേഹം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. ഇന്ന് സമരാഗ്നി യാത്രയുടെ കൂടി സമാപനമാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ഒപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത്, എന്തായാലും ഏതാനും ദിവസങ്ങൾക്കകം ഈ ഒരു അന്തിമമായ ചിത്രം, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികമായ സംബന്ധിച്ച് അന്തിമമായ ചിത്രം 3-4 ദിവസത്തിനകം ഉറപ്പാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ തന്നെ കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ നിലപാട് എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് വന്നിട്ടില്ല എന്ന തരത്തിലുള്ള സൂചനകളും പുറത്തുവരുന്നുണ്ട്. നമുക്ക് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നുണ്ട്. രമേശ് ചെന്നിത്തല ഒരുപക്ഷെ ലോകായുക്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരിക്കും മാധ്യമങ്ങളെ കാണുക എന്നാണ് മനസ്സിലാകേണ്ടത്. രാഷ്ട്രീയ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചേക്കാം, അതിലേക്ക് പോകണം. അതിനു മുൻപ് നമുക്ക് ആ പട്ടികയിലേക്ക്, ചെന്നിത്തലയിലേക്ക് വളരെ പെട്ടെന്ന്. കേരള ലോകായുക്ത ഭേദഗതി നിയമത്തിന് അനുമതി കൊടുത്ത രാഷ്ട്രപതിയുടെ തീരുമാനം ദൌർഭാഗ്യകരമാണ്. ഇന്ന് ഇതോടുകൂടി ലോകായുക്ത നിയമം തന്നെ അക്ഷരാർത്ഥത്തിൽ ഇല്ലാതായിരിക്കുകയാണ്. ലോക്പാൽ നിയമം വരുന്നതിന് മുമ്പാണ് കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത്. അതുകൊണ്ട് ലോകായുക്ത നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, സംസ്ഥാനങ്ങൾ ഇതുപോലെ സമാനമായ നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഇൻകൺസിസ്റ്റൻസി ഇല്ല എന്ന് ലോക്പാൽ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ കർണാടക ലോകായുക്ത നിയമം എടുത്തു നോക്കിയാൽ സമാനമായ നിരവധി പ്രൊവിഷനുകൾ നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് സെക്ഷൻ 14 വരുത്തിയിരിക്കുന്ന ഈ ഭേദഗതി നമ്മുടെ രാജ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ അഴിമതി നിരോധനത്തെ കശാപ്പ് ചെയ്യുന്ന ഒന്നായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ. തന്നെയുമല്ല, ഒരു ജുഡീഷ്യൽ ഓർഡറിനെ നെഗേറ്റ് ചെയ്യാൻ വേണ്ടി എക്സിക്യൂട്ടീവിന് അപ്പലേറ്റ് അതോറിറ്റി നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ലോകായുക്ത ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്.